ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. പക്ഷേ അതിന് ടേസ്റ്റിന് ഒരു കുറവുമില്ല. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കിലോയാണ്. അത് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് എല്ലാം ഒന്നിച്ചങ്ങിട്ടാൽ മതി. നമ്മൾ ഒരു 12-13 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ച് നല്ലൊരു ഇച്ചിരി വണ്ണമുള്ളൊരു കഷ്ണം ഇഞ്ചി, ഒരു ഇഞ്ച് നന്നായിട്ട് ചതച്ചതും, ഒരു 1.5 പിടി സവാളയുള്ളി. ഞാൻ വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം കൊച്ചുള്ളി ആയാലും അരിഞ്ഞിടാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും കൊച്ചുള്ളി തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പക്ഷേ നമുക്ക് എളുപ്പം എപ്പോഴും വലിയുള്ളി എടുക്കുന്നതല്ലേ, അതുകൊണ്ട് സവാളയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. എനിക്ക് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ചേർക്കുന്നത്, ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 2.25 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അത് ഹീപ്ഡ് അല്ല, ലെവലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ലെവൽ ടേബിൾ സ്പൂണാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതും ലെവലായിട്ടുള്ളതാണ്, ഹീപ്ഡ് അല്ല. ഇപ്പോൾ പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും. അത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഗരം മസാലയുടെ അളവ് കൊടുത്തേക്കാവേ. പിന്നെ ഇപ്പം നമ്മളിടുന്നത് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും നല്ലോണം കുറച്ച് കറിവേപ്പിലയാണ്. ഒരു 5-6 തണ്ട് കറിവേപ്പില ഞാൻ ഇപ്പം തന്നെ ഇടുന്നുണ്ട്. നമുക്ക് പക്ഷേ ഇതിനകത്ത് ഇനിയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് അടിക്ക് പിടിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 കപ്പ് വെള്ളം അത്രയും മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് നമുക്ക് തവിയൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളും എണ്ണയും ഉള്ളിയും എല്ലാം നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് പ്രഷർ കുക്കറിൽ മൂടി വെച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചങ്ങ് എടുക്കണം. അല്ല, ഇനി നമ്മളെ വേവിച്ച് തുറക്കുമ്പം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം മുഴുവൻ നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ബീഫൊക്കെ പരുവത്തിന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രം നമ്മളിപ്പോൾ ഉലർത്തിയെടുക്കാൻ പോവുകയാണേ. അതിനായിട്ട് ഒരു കടായിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത്, എന്നിട്ട് ഒരു 1.5 ഉള്ളി, ഒരു നല്ല വലിപ്പമുള്ള ഒരു 1.5 ഉള്ളി അരിഞ്ഞതും ഒരു 8-10 തണ്ട് കറിവേപ്പിലയും ഇട്ട് വഴറ്റുക. അതിലോട്ട് ആ ഉള്ളിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോ വല്ലതും ഉപ്പും കൂടി ഇട്ട്, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി. നിങ്ങൾ ഉള്ളി കുറച്ചാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു പരുവാവണം. വെറുതെ വഴന്നാൽ പോരാ, ഒരു ഇച്ചിരി സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ വേവിച്ച് വറ്റിച്ച് ഒട്ടും ചാറില്ലാതെ വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് ഉണ്ടല്ലോ, നല്ലൊരു പെരണ്ട പരുവായിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഉണ്ടാക്കി എടുക്കുന്ന ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ ചോറിൻ്റെ കൂടെ അതും ഒരിച്ചിരി പച്ചമുരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇത് ഉലർത്തിയെടുക്കുമ്പോഴത്തേക്ക് അതിന് വേറെ ഒരു ടെക്സ്ചറും ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ബീഫ് ഉലർത്തിയെടുക്കുമ്പോൾ, ഇപ്പോൾ ചിക്കൻ ആയാലും അതെ, ബീഫായാലും അതെ, ഉലർത്തിയെടുക്കുമ്പോഴത്തേക്ക് മീഡിയം തീയിൽ കൂടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പം നമ്മളിപ്പോൾ അതിനകത്തോട്ട് ചേർക്കുന്നത്, ഒരു പകുതിയൊക്കെ ഉലർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും. അല്ലെങ്കിൽ ഗരം മസാല നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താലും മതി. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം ഞാൻ ഉലർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം തീയിലും നല്ല ഫ്ലെയിമിലുമായിട്ട് ഞാൻ മാറി ഇച്ചിരി തീ കൂടുതലാണെന്ന് തോന്നുമ്പം മീഡിയത്തിലോട്ടാക്കും. അങ്ങനെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ എന്തുമാത്രം അതിൻ്റെ ആ ഒരു ലുക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ഇപ്പം അങ്ങ് നല്ല ഡാർക്ക് കളറായി, അതിൻ്റെ ഗ്രേവി ഒന്നും ഇച്ചിരി പോലും കാണാനില്ല. അപ്പം നിങ്ങൾക്ക് എത്ര നേരം അത് ഫ്രൈ ചെയ്തെടുക്കണോ അത്രയും നേരം ചെയ്യുക. ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വലിയ മെനക്കേടൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ഇത്രയും ടേസ്റ്റിൽ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ നല്ല ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതല്ലാതെ പിന്നെ ഞാൻ ക്രിസ്മസ് സമയത്ത് പോസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോസ്, എനിക്ക് തോന്നുന്നു എല്ലാവരും ബിസി ആയതുകൊണ്ടായിരിക്കും, അപ്പോൾ അധികം ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ നല്ല കുറച്ച് റെസിപ്പികൾ ആ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡക്ക് റോസ്റ്റും കട്ട്ലറ്റ്, ഫിഷ് മോളി, അങ്ങനെ ഒരു 3-4 എണ്ണം. അത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം കേട്ടോ.
അപ്പോൾ പതിവ് പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, പ്രയോജനമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് ഇനി നാളെ കാണാം. താങ്ക് യു.